മനസ്സിനെ സ്വയം നന്മയിലേക്ക് നയിക്കാനും ജീവിത പ്രതിസന്ധിക്ക് മുന്നിൽ മനസ്സിനെ ബലപ്പെടുത്താനും വേണ്ടിയുള്ളതാണ് പ്രാർത്ഥന. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അബോധ മനസ്സിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പൊതുവേദിയിൽ പ്രാർത്ഥന ചൊല്ലുന്നത് മനസ്സിനെ സ്വയം നന്മയിലേക്ക് നയിക്കാൻ പ്രചോദനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ഗീതങ്ങളിൽ മനസ്സിനെ സ്വയം നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വരികളാണ് ഉണ്ടാവുക. ഈ വരികൾ ആവർത്തിച്ച് ചൊല്ലുമ്പോഴാണ് മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മതങ്ങളുടെ പ്രാർത്ഥനാ ഗീതങ്ങളിൽ ഓരോ മതങ്ങളുടെയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രീതിയിലായിരിക്കും വരികൾ രൂപപ്പെടുത്തുക. എല്ലാ മതക്കാർക്കും അനുയോജ്യമായ പ്രാർത്ഥനയുടെ വരികൾ രൂപപ്പെടുത്തുമ്പോൾ മതദൈവങ്ങളുടെ പേര് ഉൾപ്പെടുത്താതിരുന്നാൽ മതി. പ്രാർത്ഥന എങ്ങനെ എഴുതാമെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ എഴുതിയ പ്രാർത്ഥനയുടെ വരികൾ ഇവിടെ ചൊല്ലാം. ഈ വരികളിൽ ദൈവങ്ങളുടെ പേരുകളൊന്നും ഇല്ല. ഈ ലോക ജീവനം സ്നേഹസ്വരൂപനെ നിന്നെ സ്തുതിച്ചു ഞാൻ കുമ്പിടുന്നു. ഈ ലോക ജീവിത സ്പന്ദന വീതിയിൽ നിന്നെ സ്തുതിച്ചു ഞാൻ കുമ്പിടുന്നു. ഈ ലോക ജീവനം സ്നേഹസ്വരൂപനെ നിന്നെ സ്തുതിച്ചു ഞാൻ കുമ്പിടുന്നു. ഈ ലോക ജീവിത സ്പന്ദന വീതിയിൽ നിന്നെ സ്തുതിച്ചു ഞാൻ കുമ്പിടുന്നു. ആരും കൊതിക്കുന്ന ദേവസങ്കീർത്തനം നിന്നെ സ്തുതിക്കാനായി ഉരുവിടുന്നു. ആരും കൊതിക്കുന്ന ദേവസങ്കീർത്തനം നിന്നെ സ്തുതിക്കാനായി ഉരുവിടുന്നു. നന്മ നിറഞ്ഞൊരു ജീവിത വീതിയിൽ നിന്നെ സ്തുതിച്ചു ഞാൻ ചേർന്നിടുന്നു. നന്മ നിറഞ്ഞൊരു ജീവിത വീതിയിൽ നിന്നെ സ്തുതിച്ചു ഞാൻ ചേർന്നിടുന്നു. എന്നും നിന്നെ സ്തുതിച്ചു ഞാൻ ചേർന്നിടുന്നു. എന്നും നിന്നെ സ്തുതിച്ചു ഞാൻ ചേർന്നിടുന്നു.